യാത്രയിൽ ട്രക്കിംഗ് വിട്ടൊരു കളിയില്ല. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇൻസ്റ്റഗ്രാമത്തിൽ ട്രക്കിംഗ് ഓഫ് റോഡ് എന്ന് സെർച്ച് ചെയ്തതേ ഓർമ്മയുള്ളൂ. മൊത്തം കുടജാദ്രി. സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ സ്വന്തം യാത്രക്കാരൻ. മഴ നനഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന കുടജാദ്രിയിലേക്ക് പോയാലോ? എല്ലാ യാത്രയും തുടങ്ങുന്നത് പോലെ പയ്യന്നൂരിൻ്റെ മണ്ണിൽ നിന്നാണ് ഇന്നും യാത്ര തുടങ്ങുന്നത്. പയ്യന്നൂരിൽ നിന്ന് നേരെ മൂകാംബികയിലേക്ക്. ട്രെയിൻ നമ്പർ 16:33 ഓഖ എക്സ്പ്രസ്. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉള്ള ട്രെയിനിലാണ് യാത്ര ആരംഭിച്ചത്. ചെറുതായി ഒന്ന് കിടന്നതേയുള്ളൂ, അപ്പോഴേ തന്നെ രാവിലെയായി. ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഉള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കാഴ്ചകൾ കണ്ട് നേരെ മൂകാംബികയിലേക്കുള്ള യാത്ര തുടർന്നു. ഓരോ യാത്രയും നമ്മളെ പുനർജീവിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. നെൽപ്പാടങ്ങളിലൂടെ അതിസുന്ദരമായ ഹൃദയത്തിൽ തൊട്ടൊരു യാത്ര. തികച്ചും ആകസ്മികമായി കിട്ടിയ മൂടൽമഞ്ഞും ഒപ്പരം ചെറിയൊരു മഴയും. ആ യാത്രയിൽ തന്നെ ദൂരെ അങ്ങ് ഒരു സൂര്യോദയവും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്? അവരോടൊക്കെ ചില പുഞ്ചിരികളോടെ മറുപടി കൊടുത്താണ് ശീലം. അവർക്കറിയില്ലല്ലോ, ഓരോ യാത്രയും നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ പുതിയ ജീവിതമാണ്, പുതിയ കാഴ്ചകളാണ്. മനസ്സിനും ശരീരത്തിനും നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത്, അത് ആയിരുന്നു എൻ്റെ യാത്രകൾ. അങ്ങനെ അവസാനം മൂകാംബിക ബൈൻഡൂർ സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേർന്നു. ആ പച്ചപ്പ് നിറച്ച പരവതാനിയിലൂടെ ആ ട്രെയിൻ മെല്ലെ മെല്ലെ നീങ്ങി തുടങ്ങി.